ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നോബൽ മാരിക്കാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നോബൽ മാരിക്കാരൻ, കേന്ദ്ര നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നിപ്പോൾ 7 ദിവസം പിന്നിടുന്നു. 8ാമത്തെ ദിവസത്തിലേക്ക് നമ്മുടെ കന്യാസ്ത്രീകൾ ആ ജയിലിൽ തന്നെ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലടക്കം BJPക്കെതിരെ ശക്തമായ പ്രതിഷേധം തുടങ്ങുന്നു. ഈ ഞായറാഴ്ച ഒരുപക്ഷെ ഇടയലേഖനം വായിക്കാനുള്ള സാധ്യത പോലും കാണുന്നു. ഇന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ശനി ഞായർ 2 ദിവസങ്ങൾ അവധിയാണ്. അത് കഴിഞ്ഞാൽ മറ്റു ദിവസങ്ങളിൽ, തിങ്കളാഴ്ച കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമേ കോടതി ഈ കേസ് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ പരമാവധി ഇന്നത്തെ ദിവസം തന്നെ ജാമ്യം കിട്ടുക എന്നുള്ളത് BJPക്ക് രാഷ്ട്രീയമായ ഒരു അനിവാര്യതയായി മാറുകയാണോ? ഈ പ്രതിഷേധത്തിന്റെ ചൂട് കേന്ദ്രം തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ അമിത്ഷാ ഇന്നലെ ഉറപ്പ് നൽകിയത്? NIA കോടതിയിലേക്ക് മാറ്റേണ്ടതില്ല എന്ന് പറഞ്ഞതും കേന്ദ്രം സംസ്ഥാനത്ത് പ്രോസിക്യൂഷനെതിരെ എതിർക്കില്ല എന്ന് പറഞ്ഞതും പ്രതീക്ഷ നൽകുന്നുണ്ടോ നോബൽ മാരിക്കാരൻ? എന്താണ് കേന്ദ്ര നീക്കം? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. വളരെ പ്രതീക്ഷയാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. കാരണം ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി MP-മാർ അടക്കം കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ച കിട്ടിയ ഉറപ്പുകൾ തന്നെയാണ് ഈ കേസിലെ ഏറ്റവും വലിയ പ്രതീക്ഷ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ അമിത്ഷാ വ്യക്തമാക്കിയത്, ഈ കേസിൽ ഈ ജാമ്യ ഹർജി ഇനി കോടതിയിൽ എത്തുമ്പോൾ പ്രോസിക്യൂഷൻ, അതായത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എതിർക്കില്ല എന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. ജാമ്യം കിട്ടാൻ ഏറ്റവും സാഹചര്യം ഒരുങ്ങാൻ പോകുന്നതും അത് തന്നെയാണ്. കാരണം നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് സെഷൻസ് കോടതിയിൽ എത്തിയപ്പോൾ അടക്കം പ്രോസിക്യൂഷന്റെ ഭാഗത്ത് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം കേന്ദ്രത്തിൽ പ്രത്യേകിച്ച് പ്രതിഷേധങ്ങൾ ഒരു വശത്തുണ്ടായി. അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ പ്രധാനമന്ത്രിയെയും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളെയും ഇവിടെ കാണുന്ന സാഹചര്യം ഉണ്ടായി. MP-മാർ നേരിട്ട് എല്ലാവരെയും കണ്ടു. വലിയ പ്രതിഷേധം പാർലമെന്റിന് അകത്തും പുറത്തും ഈ വിഷയത്തിൽ ഉന്നയിച്ചു. എന്താണെങ്കിലും അതിനുശേഷം പ്രത്യേകിച്ച് സഭയുടെ കൂടി പ്രതിഷേധങ്ങൾ ശക്തമായതോടെ കാര്യങ്ങൾ എന്താണെങ്കിലും എത്രയും വേഗം തീർപ്പിലേക്ക് എത്തിക്കണം എന്ന നിർദ്ദേശം ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നൽകി എന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. കാരണം കഴിഞ്ഞ ദിവസം MP-മാർ അടക്കം പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിച്ചപ്പോൾ പ്രധാനമന്ത്രിയെ കാണേണ്ട, നേരിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടാൽ മതിയെന്ന് PMOയിൽ തന്നെയാണ് MP-മാർക്ക് നിർദ്ദേശം നൽകിയത്. അതായത് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിനു പിന്നാലെയാണ് എന്താണെങ്കിലും നീക്കങ്ങൾ സജീവമായത്. അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിൽ നിന്ന് വിശദാംശങ്ങൾ തേടുക മാത്രമല്ല, ഈ പ്രോസിക്യൂഷനെ എതിർക്കേണ്ടതില്ല എന്ന നിലപാട് അതിന് പിന്നാലെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങളും പുറത്തേക്ക് വരുന്നത്. സ്വാഭാവികമായും ഇന്നിപ്പോൾ ജാമ്യ ഹർജി എത്തുമ്പോൾ അത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇന്ന് തന്നെ കന്യാസ്ത്രീമാർ പുറത്തിറങ്ങും എന്നാണ് ദില്ലിയിലെ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അത് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ്. നോബൽ, നമ്മൾ പറയാറുണ്ട്, നോബൽ ആ വാക്ക് പൊന്നായിരിക്കട്ടെ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ തന്നെ ആവട്ടെ. ഇന്ന് കന്യാസ്ത്രീകൾ ജാമ്യം കിട്ടി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാവട്ടെ.